നമ്മുടെ മധു അണ്ണൻ്റെ പുതിയ അഭിപ്രായം വന്നിട്ടുണ്ട്. പുള്ളിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ പട്ടിക്ക് ബുദ്ധൻ എന്ന് പേരിട്ടു എന്നുള്ളതാണ് പുള്ളിയുടെ പരാതി. എന്തൊക്കെയാണ് പുള്ളിയുടെ പരാതികളെന്ന് നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിന്റെ ഭരണകൂടം ഭയപ്പെടുന്നു വേടനെ. ഒറ്റ രാത്രി കൊണ്ട് വേടന് മാന്യസ്ഥാനം കിട്ടാൻ കാരണം അഭിത്തിരുമേനിയുടെ തിരുകേശ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് ബോഡി വേസ്റ്റ് ആണെന്ന് നമ്മുടെ വിജയൻ സഖാവ് പറഞ്ഞിരുന്നു. ഇന്നത് പറയാനുള്ള ചങ്കൂറ്റം വിജയൻ സഖാവിനില്ല. വേടന്റെ പട്ടിക്ക് ഇട്ടിരിക്കുന്ന പേര് പോലും ബുദ്ധൻ എന്നാണ്. എന്തുകൊണ്ടാണ് ബുദ്ധൻ എന്ന പേരിട്ടത്? പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് എന്നിട്ടില്ല? ആമിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്കൊരു വളർത്തുകുട്ടിയോ പൂച്ചയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പേരിടും. ഇടില്ല. ഇസ്ലാമിക സാഹചര്യം അതാണ്. എന്റെ പട്ടിക്ക് ഞാനൊരു മുസ്ലിം പേരിട്ടാ ഞാൻ തൂങ്ങിച്ചാവേണ്ട അവസ്ഥയാണ്. നിങ്ങൾ തൂങ്ങിച്ചാവേണ്ട. നിങ്ങളെ ഈ ഭൂമുഖത്തുനിന്ന് മാറ്റാൻ അവർക്കറിയാം. എന്തുകൊണ്ട് ബുദ്ധൻ എന്ന പേര് പട്ടിക്കിട്ടു? എന്തുകൊണ്ട് ബുദ്ധനെ ചോരകുടിയനായി ചിത്രീകരിച്ചു? എന്തുകൊണ്ട് ചോര ദാഹം മാറാത്ത പുലികൾ ലങ്കയിൽ അലറി നടക്കുന്നു എന്ന് ബുദ്ധൻ പാടുന്നു? എന്തുകൊണ്ട് നരേന്ദ്രമോദി രാജ്യദ്രോഹിയാണെന്ന് പാടുന്നു? നിങ്ങൾക്ക് ശിവമൂലി ലഹരിയാണ്, അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ. ഞങ്ങൾ ഈ പാവം വേടന്റെ പട്ടിക്ക് ബുദ്ധൻ എന്ന് പേരിട്ടത് കൊണ്ട് വേടന് താലിബാനിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടുന്നു എന്നൊക്കെയാണ് അണ്ണന്റെ പറച്ചില്. വേടന്റെ പട്ടിക്ക് വേടന് ഇഷ്ടമുള്ള പേരിട്ട് അതിനിപ്പോ മധുവണ്ണനിപ്പോ എന്താ പ്രശ്നം? മധുവണ്ണന്റെ പട്ടിക്ക് മധുവണ്ണന് ഇഷ്ടമുള്ള പേരിടുക, പ്രശ്നം തീർന്നില്ലേ? പാടുന്ന പാട്ട് അത് ഇവിടുത്തെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും ആകർഷിച്ചു. അവ 3.5 കോടിയും ഒരു ഗ്രൗണ്ടിൽ വന്നാലും അതിനൊരു എതിർഭാഗത്ത് നിൽക്കും. കാരണം വേടന്റെ സാഹിത്യം രാജ്യദ്രോഹം ഉൾക്കൊള്ളുന്നതാണ്. വേടന്റെ സാഹിത്യം സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് വേടൻ പിന്നോക്കക്കാരനാണ്, അയാൾ നല്ല കലാകാരനാണ്, അയാൾ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന, അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അയാളെ സ്നേഹിക്കുന്നു. അയാൾ ആരുടെയോ പിന്നിലെ ആരുടെയോ കയ്യിലെ ചട്ടുകമാണ് എന്ന് ഈ ഇന്റർവ്യൂവിലും ഞാൻ ആവർത്തിച്ച് പറയുന്നു. ആ തുടക്കം മുതൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇവിടെയും ആവർത്തിച്ച് പറയുന്നു. ആരോപണമല്ലല്ലോ നമുക്ക്. ഞാൻ പറയാം. ഇപ്പൊ ഒരു ആമിന അല്ലേ, ആമിന ഈ കോടതി വ്യവഹാരങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കോടതിയുടെ മുന്നിലെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ സാക്ഷികൾ ഉണ്ടോ എന്ന് ചോദിക്കും. ചില കേസിൽ സാക്ഷികൾ ഉണ്ടാവില്ല. കൊലപാതകമായിരിക്കും, സാക്ഷികൾ ഉണ്ടാവില്ല. നല്ല കൊലയാളിയാണെങ്കിൽ സാക്ഷികളെ ഉണ്ടാക്കില്ല. പക്ഷേ ആ കേസ് കോടതി ശിക്ഷിക്കും. എപ്പോഴാ? സാഹചര്യ തെളിവുകൾ പരിശോധിക്കും. ഇവിടെ മുഴുവൻ സാഹചര്യ തെളിവുകളും വേടനെതിരാണ് എന്ന് ഞാൻ പറയുകയാണ്. ആ സാഹചര്യ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ വേടൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. നമ്മുടെ നാട്ടിലെ നാടൻ പാട്ടുകളിൽ നിന്നും ആണ് വേടന്റെ കലാജീവിതം ആരംഭിക്കുന്നത്, അല്ലെ? ഈ കേരളത്തിലെ നാടൻ പാട്ട് സംഘങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ നിരീക്ഷിക്കുന്നയാളാണ്, 98% ഇവിടുത്തെ ഹരിജന ഗിരിജന വിഭാഗങ്ങളാണ് ആ നാടൻ പാട്ട് സംഘങ്ങളുടെ പിന്നിലുള്ളത്. ഇതേപോലെ ഒരു സാധാരണ നാടൻ പാട്ട് സംഘത്തിൽ നിന്ന് റാപ്പ് ഗായകനായി വളർന്ന വേടന് ഇന്നു കാണുന്ന ഈ ക്രൗഡിനെ കിട്ടിയത് പാലസ്തീൻ പതാക പുതച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ്. മധു അണ്ണന് അതൊന്നുമല്ല പ്രശ്നം. വേടൻ കേരളത്തിലെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ വേടന് ഭയങ്കരമായ ജനപിന്തുണ ഉണ്ടാവുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുത്തിപ്പോക്കി പുള്ളിയെ ഒന്ന് അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് മധു അണ്ണന്റെ ഏറ്റവും വലിയ പ്രശ്നം. വേടൻ കുറ്റം ചെയ്ത വേടനല്ല, ഏത് വലിയവനാണെങ്കിലും അവനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. പക്ഷേ ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അവന്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവനെ അറസ്റ്റ് ചെയ്യണം, ജയിലിലടയ്ക്കണം, തീവ്രവാദിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയ എന്താണ് അർത്ഥമില്ല മധുവണ്ണ കൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ്. കനലൊരു തരിമതി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അസഭ്യം പറയാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പൊ കേരളത്തിന്റെ ഒരു സവിശേഷമായ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം, ആ എക്കോസിസ്റ്റം നിയന്ത്രിക്കുന്നവരാണ് വേടന്റെ ഗുണഭോക്താക്കൾ, വേടന്റെ പ്രായോക്താക്കൾ എന്ന് സാമാന്യ ബുദ്ധിമതി. അതിനാണ് ഞാൻ പറഞ്ഞത് സാഹചര്യ തെളിവ്. ആ സാഹചര്യ തെളിവുകൾ മുഴുവൻ വേടൻ എന്ന് പറയുന്ന കലാകാരനെതിരാണ്. 3.5 കോടി ജനങ്ങളും വേടന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. 3.5 കോടി ജനം നിന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആലങ്കാരികമായി പറഞ്ഞതാണ്. 3.5 കോടി നിന്നാൽ പോലും അതിനെതിരെ നിൽക്കേണ്ടി വരും. കാരണം എപ്പോഴും ക്രിയേറ്റീവ് മൈനോറിറ്റി, ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ആ ക്രിയേറ്റീവ് മൈനോറിറ്റി വിശ്വസിക്കുന്നവരാണ്, എപ്പോഴും സമൂഹത്തെ നയിക്കേണ്ടവരാണ്. സമൂഹം ഏത് വഴിക്ക് പോകുന്നു ആ വഴിയെ പോകട്ടെ. നമ്മൾ അടിക്കുന്നതിലെ പോയില്ലെങ്കിൽ പോകുന്നതിലെ അടിക്കുക എന്നുള്ളതല്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക, ആ ഉറപ്പിലേക്ക് അവരെ സാമാന്യ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഭരണകൂടം ചെയ്യേണ്ട കാര്യമാണത്. ആ ഭരണകൂടം ഇന്ന് ഇത്തരം വിഘടന തീവ്രവാദ ഈ ബുദ്ധൻ എന്ന പേര് കേരളത്തിലെ മനുഷ്യർക്കാർക്ക് ഇടാറില്ല.
മധുവണ്ണ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കും ചിലത് പറയേണ്ടി വരും. കാരണം ഇന്ത്യയിൽ ദൈവങ്ങളുടെ പേര് ആദ്യമായിട്ടൊന്നുമല്ല മൃഗങ്ങൾക്ക് ഇടുന്നത്. എത്രയോ വളർത്തു പശുക്കൾക്ക് ലക്ഷ്മി എന്ന് പേരിടുന്നു, എത്രയോ പശുക്കൾക്ക് നന്ദിനി എന്ന് പേരിടുന്നു, കണ്ണൻ എന്ന് പേരിടുന്നു. കണ്ണൻ എന്ന പേരാണെങ്കിൽ പശുക്കൾക്കും ആടിനും പട്ടിക്കും ഒക്കെ ഇടാറുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പൂച്ചയാണ് വളർത്തു മൃഗം. അവരെന്തെല്ലാം പേരിടുന്നുണ്ടാവും? അവർ ഇന്ത്യയിലെ പേരും എല്ലാം കൊണ്ട് അവിടെ ഇടുവോ? അവിടെ ആ രാജ്യത്തുള്ള പേരുകളല്ലേ അവരിടുള്ളൂ. ഇതിലൊക്കെ എന്ത് കഥയാണുള്ളത്? ബുദ്ധൻ എന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വല്ല ദൈവമല്ലാണ്. ആരും ആരാധിക്കുന്ന ഒരാളൊന്നുമല്ല. വടക്കേ ഇന്ത്യയിലെങ്ങാണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരറ്റത്തുണ്ടെങ്കിലേ ഉള്ളൂ. ഇതിനെ പിടിച്ചുകൊണ്ട് വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിലൊന്നും കാര്യമില്ല മധുവണ്ണ. അതുപോലെ തന്നെ ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങൾ വന്നു പോയിട്ടുണ്ട്, ആയിരക്കണക്കിന് പ്രവാചകന്മാരും വന്നു പോയിട്ടുണ്ട്. ഇനി അവരെല്ലാം പേര് ആർക്കും ഇടാൻ പറ്റൂല, ഒരു പട്ടിക്ക് ഇടാൻ പറ്റൂല, പൂച്ചയ്ക്ക് ഇടാൻ പറ്റൂല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ പേരെ ഇടുക? കുറെ നാളായി തുടങ്ങിയതാണ് ഏതെങ്കിലും ഒരു രീതിയിൽ വേടനെ ഒതുക്കുക എന്നുള്ളത്. പുലിപ്പല്ലിൽ നോക്കി, അത് നടന്നില്ല. ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഒരു പട്ടിക്ക് പേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പ്രശ്നം തുടങ്ങുന്നു. ഇതിലൊന്നും കാര്യമില്ല. വേടൻ കേരളത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ലോകം മുഴുക്കെ വേടൻ അറിയപ്പെടുന്നു. യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലും മൊത്തവും വേടന്റെ പാട്ടും വേടന്റെ പാട്ടുകൾക്ക് നൃത്തം ചെയ്യാനും ഒക്കെ ആൾക്കാർ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഇനി കിടന്ന് ചാടിയിട്ടൊന്നും കാര്യമില്ല. വേടൻ പിടിവിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ശാന്തനായി പോയി കിടന്ന് ഉറങ്ങൂ. ഓക്കെ.